Hello everyone, once again welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇപ്പോൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ ആയിരിക്കാം ആ വ്യക്തി നിങ്ങൾക്ക് അനുയോജ്യമല്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് വളരെ ഏർലി സ്റ്റേജിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു കാര്യം മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും അവരുമായി ഇടപഴകുന്ന ഒരു സമയത്ത് നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ അവരോട് സംസാരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ, ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ വ്യക്തി ആക്ച്വലി നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു വ്യക്തിയാണോ, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച ഒരു റിലേഷൻഷിപ്പ് തന്നെയാണോ ഇപ്പോൾ ഞാൻ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് സൈൻസ് ഉണ്ട്. ആ സൈൻസ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രോപ്പർ ഗൈഡൻസ് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എനിവേസ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് മനസ്സിലാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് സൈൻ എന്ന് പറയുന്നത്, നമുക്ക് ആ വ്യക്തിയോട് സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ വ്യക്തിയുമായി ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ഒട്ടും ഒതന്റിക്കായി പെരുമാറാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ, നമുക്ക് നമ്മളായി തന്നെ സംസാരിക്കാനോ ഇടപഴകാനോ സാധിക്കുന്നില്ലെങ്കിൽ അതാണ് ഒന്നാമത്തെ ഒരു സൈന്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ? നമുക്ക് അവരുടെ മുന്നിലേക്ക് ചെല്ലുന്ന സമയത്ത് അല്ലെങ്കിൽ അവർ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുന്ന സമയത്ത് നമ്മുടെ ട്രൂ സെൽഫ് എന്താണോ ആ രീതിയിൽ നമുക്ക് നിലനിൽക്കാൻ സാധിക്കാത്തത് ചെറിയ എന്തെങ്കിലും ഒരു ഫിയർ ഉള്ളത് കൊണ്ടായിരിക്കും. ആ ഫിയർ അവർ നമ്മളെ ജഡ്ജ് ചെയ്യുമോ എന്നുള്ളൊരു ഭയമായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് ബ്ലെയിം ചെയ്യുമോ എന്നുള്ള ഒരു ഫിയർ ആയിരിക്കാം, അതല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അവർ ഏത് രീതിയിൽ റിയാക്ട് ചെയ്യും എന്നതിനെ കുറിച്ച് ഒരു ഫിയർ ഉള്ളത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ ഓവറായി കൺട്രോൾ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം. ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു ഫിയർ ആണ് നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നത്. നിങ്ങളുടെ ട്രൂ സെൽഫ് അല്ലെങ്കിൽ ഒതന്റിക്കായി നിങ്ങൾക്ക് പെരുമാറാൻ സാധിക്കാത്തതിന്റെ റീസൺ ആയിട്ട് വരുന്നത് ഈ പറഞ്ഞ ഏതെങ്കിലും രീതിയിലുള്ള ഭയമാണെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഇപ്പോൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ളത് ഒരു റോങ് ആയിട്ടുള്ള, നിങ്ങൾക്ക് മാച്ച് അല്ലാത്ത ഒരു പേഴ്സൺ ആണ്. റോങ് എന്നുള്ളത് കൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ആ വ്യക്തി മോശമാണ് എന്നല്ല. നിങ്ങളുടെ ആ ഒരു വൈബിന് പറ്റിയ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കോൺസെപ്റ്റിന് വിപരീതമായിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് ഒട്ടും തന്നെ ഒതന്റിക്കായി സംസാരിക്കാനോ ഇടപഴകാനോ സാധിക്കാത്ത ഒരു അവസ്ഥയിലൂടെയാണ് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഈ പറഞ്ഞ രീതിയിലുള്ള ഏതെങ്കിലും ഫിയർ ആണ് കാരണമായി വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അതാണ് ഒന്നാമത്തെ സൈൻ. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു റോങ് പേഴ്സൺ ആണ് എന്നുള്ളതിന്റെ. ഇനി രണ്ടാമത്തെ ഒരു സൈൻ എന്ന് പറയുന്നത്, നിങ്ങളുടെ ലൈഫിൽ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തു. ആ റിലേഷൻഷിപ്പ് കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടായിരിക്കും പലപ്പോഴും ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ പ്ലാൻ ചെയ്യുന്നതും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക. പക്ഷേ ഇത്തരത്തിൽ നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻസ് നിങ്ങൾ തയ്യാറാക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് കംപ്ലീറ്റ്ലി നിങ്ങൾ ആ വ്യക്തിയെ ഇഗ്നോർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മനഃപൂർവ്വമായിരിക്കാം, അല്ലെങ്കിൽ കോൺഷ്യസ് അല്ലാതെ തന്നെ അങ്ങനെ വന്നു പോകുന്നതായിരിക്കാം. ഇത്തരത്തിൽ ആ വ്യക്തിയെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ മറക്കുന്നുണ്ടെങ്കിൽ അതാണ് രണ്ടാമത്തെ ഒരു സൈന്. ആക്ച്വലി നിങ്ങൾ ആ റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ കോൺസെപ്റ്റിന് വിപരീതമായിട്ടുള്ളൊരു പേഴ്സണെയാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതിൻ്റെ. കാരണം നിങ്ങളൊരു റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിൽ ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ തയ്യാറാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വ്യക്തിയെ ഇൻക്ലൂഡ് ചെയ്യിക്കും എന്നുള്ളതാണ്. പക്ഷേ അത്തരത്തിലുള്ള ഒരു ഇൻക്ലൂഡിങ് മനോഭാവം നിങ്ങൾക്ക് വരുന്നില്ലെങ്കിൽ, അത് കോൺഷ്യസ് ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ അല്ലാതെ തന്നെ ആയിക്കൊള്ളട്ടെ, എന്നിരുന്നാലും ആ വ്യക്തിയെ നിങ്ങൾ മനഃപൂർവ്വമോ അല്ലാതെയോ ഒഴിവാക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതാണ് രണ്ടാമത്തെ ഒരു സൈന്. അതിന്റെ പുറകിൽ ഒരു റീസൺ എന്തായാലും ഉണ്ടായിരിക്കും. സോ ഇത്തരത്തിൽ ഫ്യൂച്ചർ പ്ലാൻസിലൊന്നും നിങ്ങൾ ഉൾപ്പെടുത്താൻ തയ്യാറാകുന്നില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ചിന്ത വരുന്നില്ല എന്നുണ്ടെങ്കിൽ അതാണ് രണ്ടാമത്തെ ഒരു സൈൻ. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ കോൺസെപ്റ്റിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് എന്നുള്ളതിൻ്റെ. 3, ആ വ്യക്തി തികച്ചും നിങ്ങൾക്ക് റോങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്ന് മനസ്സിലാക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സൈനാണ്. ആ വ്യക്തിയുമായി ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു തരത്തിൽ ടയേർഡാണ് ഫീൽ ചെയ്യുന്നത്, നിങ്ങൾക്ക് മടുപ്പാണ് ഫീൽ ചെയ്യുന്നത്, ഒരു എക്സോസ്റ്റഡ് ഫീലിംഗ് ആണ് എന്നുണ്ടെങ്കിൽ അതാണ് മൂന്നാമത്തെ ഒരു സൈന്. സ്വാഭാവികമായിട്ടും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറുമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുമായിട്ട് ഇടപഴകുന്ന സമയത്ത്, അവരുമായി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഹാപ്പി ആകാനാണ് സാധ്യത, അല്ലെങ്കിൽ അങ്ങനെയാണ് ആകേണ്ടത്. അല്ലെങ്കിൽ അവരുമായി സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കുറെ കൂടി മെമ്മറബിൾ ആയിട്ടുള്ള മൊമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കണം. പക്ഷേ ആ വ്യക്തിയുമായി ടൈം സ്പെൻഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ വളരെയധികം
ടയേർഡ് ആയിട്ടാണ് കാണപ്പെടുന്നത്, അല്ലെങ്കിൽ ഒട്ടും ഹാപ്പി അല്ലാത്തൊരവസ്ഥയിലാണ് നിങ്ങൾ നിലവിൽ വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അതാണ് മറ്റൊരു സൈൻ. ആക്ച്വലി നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ റോങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ, അല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കോൺസെപ്റ്റിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയെയാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. ഇത്തരത്തിൽ അവരുമായി ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു ടയേർഡ് ആയിട്ടുള്ള ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഒരു മടുപ്പ് ഫീൽ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് കൂടി ഇവിടെ ചിന്തിക്കേണ്ട ഒരു സബ്ജക്റ്റ് ആണ്. കാരണം ആ വ്യക്തി ഓവറായിട്ട് ബ്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ, കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എല്ലായ്പ്പോഴും കുറ്റപ്പെടുത്തലുകളാണ് അവരോടൊന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലായിട്ടും റിസീവ് ചെയ്യാൻ സാധിക്കുന്നത് എന്നൊക്കെ ഉണ്ടെങ്കിലാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ഒരു ടയേർഡ് ഫീൽ ചെയ്യുക. സോ ഇങ്ങനെയാണ് ആ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു ജേർണി എന്നുണ്ടെങ്കിൽ അതാണ് അവിടെ മനസ്സിലാക്കാം ആ വ്യക്തി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു റോങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്നുള്ളത്. നെക്സ്റ്റ് വൺ, നിങ്ങൾക്ക് പരസ്പരം വിശ്വസിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അതാണ് ആ റിലേഷൻഷിപ്പ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം റോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ് എന്നതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സൈൻ. കാരണം ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കണം. അത്തരത്തിലുള്ള ഒരു വിശ്വാസം പരസ്പരം ഉണ്ടെങ്കിൽ മാത്രമാണ് എല്ലാ കാര്യങ്ങളും ഓപ്പണായി തുറന്നു പറയാനും, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഭയങ്ങളൊന്നുമില്ലാതെ ഓരോ കാര്യങ്ങൾ ചെയ്യാനും, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് എന്നുള്ളത് നമുക്കൊരു തോട്ട് പോലും വരികയുള്ളൂ. പക്ഷെ ഇത്തരത്തിൽ പരസ്പരം വിശ്വസിക്കാൻ സാധിക്കുന്നില്ല, എല്ലാ കാര്യങ്ങളിലും ഒരു സംശയത്തോടു കൂടിയാണ് ആ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഓരോ മിനിറ്റും നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങളിപ്പോൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ളത് ഒരു റോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്, അല്ലെങ്കിൽ ഒരു പേഴ്സൺ ആണ് എന്നുള്ളത്. ഒരു പക്ഷേ ഇങ്ങനെയുള്ള ഒരു ട്രസ്റ്റ് ഇഷ്യൂ മുന്നോട്ട് വരുന്ന സമയത്ത് പലപ്പോഴും പല ആളുകളും അതിനെക്കുറിച്ച് അനലൈസ് ചെയ്യും, ഇനി നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും തോട്ട് കാരണമാണോ അങ്ങനെയുള്ള ഒരു ചിന്തകൾ വരുന്നത് എന്നൊക്കെ. പക്ഷെ വാക്കുകളും പ്രവൃത്തികളും ഒന്നും ഒരു അലൈൻഡ് അല്ല പോകുന്നത്, അല്ലെങ്കിൽ വളരെ പരസ്പര വിരുദ്ധമായിട്ടാണ് പോകുന്നത് എന്നൊക്കെ കാണുമ്പോഴാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ട്രസ്റ്റ് ഇഷ്യൂസ് ഒക്കെ വരുന്നത്. സോ പരസ്പരം നിങ്ങൾക്ക് ഒരു കാര്യത്തിലും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതാണ് മറ്റൊരു സൈന് നിങ്ങളിപ്പോൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു റോങ് ആയിട്ടുള്ള പേഴ്സണെയാണ് എന്നുള്ളതിൻ്റെ. ഈ 4 സൈനും നിങ്ങൾക്ക് ഒരുമിച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയാണ് നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പിൽ നിലനിൽക്കുന്ന സമയത്ത് എക്സ്പീരിയൻസ്ഡ് ആകുന്നത് എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരു റോങ് റിലേഷൻഷിപ്പിലാണ്, അല്ലെങ്കിൽ റോങ് പേഴ്സണെയാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. ഇതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അൺഹാപ്പിനെസ് ആയിരിക്കും ഫീൽ ചെയ്യുക, അല്ലാതെ സന്തോഷം എന്ന് പറയുന്ന ഒരു കാര്യമായിരിക്കില്ല. സോ ഇതിനൊക്കെ പുറമെ നിങ്ങൾ എപ്പോഴും അൺഹാപ്പി ആയിട്ട്, അല്ലെങ്കിൽ ഒരു നോട്ട് സാറ്റിസ്ഫൈഡ് എന്നുള്ള ഒരു ഫീലിംഗ് ആണ്, അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ളത് ഒരു റോങ് പേഴ്സണെയാണ് എന്നുള്ളത്. ഈ കാര്യം വളരെ ഏർലി സ്റ്റേജിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായും 2 പേരുടെയും ടൈം, എനർജി ഒക്കെ നമുക്ക് സേവ് ചെയ്യാം എന്നുള്ളതാണ്. സോ നിങ്ങളുടെ ലൈഫിലും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു റോങ് ആയിട്ടുള്ള പേഴ്സണെയാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ സാധിക്കട്ടെ. തീർച്ചയായിട്ടും ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്യാനും അതിൻ്റെ കൂടെ തന്നെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്